പ്രിയപ്പെട്ടവരെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണമെന്നറിയാത്ത, എല്ലാ വിവരണങ്ങൾക്കും വിശേഷണങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ വിവരണത്തിൻ്റെ ചട്ടക്കൂട് പൊളിച്ച് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രതിഭ. ഓരോ കൊല്ലം കഴിയുമ്പോഴും വ്യത്യസ്ത രീതിയിൽ വായിക്കപ്പെടുന്ന, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തങ്ങളുടേതായൊരു ലോകം കണ്ടെത്തുന്ന മലയാളത്തിൻ്റെ കാലത്തെ അഭിമാനമായ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിക്കുകയാണ്. അനുസ്മരണം എന്ന് പറയുമ്പോൾ സ്മരണകളെ അലസമായി പിന്തുടരുക എന്ന അർത്ഥത്തിലല്ല. അത്തരത്തിലുള്ള ഒരു അലസതയെയും അനുവദിക്കാത്ത നിതാന്ത ജാഗ്രതയുടെ ഒരു സമാന്തര ലോകമാണ് സത്യത്തിൽ ബഷീറിൻ്റെ സർഗപ്രതിഭ സൃഷ്ടിച്ച അനുഭവങ്ങളുടെ, അനുഭൂതികളുടെ അതിർത്തികൾ നിർണ്ണയിക്കാനാവാത്ത ഒരു ലോകം. ബഷീർ മലയാളത്തിൽ ഏതർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന ഒരു ലോകമാണ്. എ റൈറ്റർ who bowled over നോബൽ ലോറൈറ്റ്. സോൾബല്ലോവിനെ പോലുള്ള ഒരു നോബൽ ജേതാവിനെപ്പോലും അതിശയിപ്പിച്ച, കണ്ണ് തള്ളിച്ച, നമ്മുടെ നാടൻ ഭാഷയിൽ ഒരുപക്ഷെ നമ്മുടെ മൊഴിഭേദങ്ങൾക്ക് മനോഹരവും മാസ്മരികവുമായ ഒരാവിഷ്കാരം നൽകിയ ബഷീറിനെ അനുസ്മരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന വാക്ക് ഞാൻ വിചാരിക്കുന്നു ബൗൾഡ് ഓവർ എന്നുള്ളതിന് പൊളിച്ചടുക്കിയ മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസ്. പല രീതിയിൽ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വിശേഷണത്തിനും അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ സമഗ്രതയെ സൂക്ഷ്മതലത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിയാതിരിക്കുന്നത് അദ്ദേഹത്തെ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നവരുടെ കഴിവുകേട് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വായനയിൽ ഓരോ കാലത്തും വന്നു ചേരുന്ന നിരവധി വൈവിധ്യങ്ങൾ കൊണ്ടാണ്. അങ്ങനെ വൈവിധ്യങ്ങളെ, വ്യത്യസ്ത വായനകളെ സ്വാഗതം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഭാഷാഘടന തീർച്ചയായിട്ടും ബഷീറിലുണ്ട് എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഒരു കാര്യം ബഷീറിനെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ നമ്മൾ അനിവാര്യമായും ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിനയപൂർണമായ അഭിപ്രായം. അത് ബഷീറിനെ വിവരിക്കാൻ, വിശേഷിപ്പിക്കാൻ ദൃഢമായി കഴിഞ്ഞിട്ടുള്ള, അത്രമേൽ ദൃഢമായതുകൊണ്ട് അത് ഉപേക്ഷിക്കപ്പെടാൻ കഴിയുമോ എന്ന് സന്ദേഹമുണ്ട്. എങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ബേപ്പൂർ സുൽത്താൻ. സത്യത്തിൽ ഞാൻ എന്ന് അഹങ്കരിച്ച ആ രാജാക്കന്മാരും സുൽത്താന്മാരും ഇന്നെവിടെ എന്ന് നിവർന്നെന്ന് ചോദിച്ച, എല്ലാ അധികാര സ്ഥാപനങ്ങളോടും നിരന്തരം കലഹിച്ച ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കുന്നത് പല അർത്ഥത്തിൽ പരിമിതപ്പെടുത്തലായിരിക്കും. മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ പൊൻകുന്നം വർക്കി പറയുന്നുണ്ട്, ഏതോ രാത്രിയിൽ കള്ളു കുടിച്ച് പൂസായ ഒരുവൻ വിളിച്ചു പറഞ്ഞതായിരിക്കണം അത്. എന്നിട്ട് പൊൻകുന്നം വർക്കി പറയുന്നുണ്ട്, ബഷീറിനെ ബേപ്പൂരിലെ സുൽത്താൻ എന്നല്ല, മലയാളത്തിലെ ഒരു അത്ഭുത പ്രതിഭ എന്നാണ് വിളിക്കേണ്ടത്. തീർച്ചയായിട്ടും സുൽത്താൻ, ബേപ്പൂരിലെ സുൽത്താൻ എന്ന പ്രയോഗത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായി ബഷീറിനെ പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് മലയാളത്തിലെ ഒരു അത്ഭുത പ്രതിഭ, ആ പ്രയോഗം കുറേ കൂടി പ്രസക്തമാണ്. അവിടെ നിൽക്കുന്നില്ല. എം കെ സാനുമാഷ് ഏകാന്തതയിലെ അവധൂതൻ. അവധൂതൻ എന്ന് പറയുമ്പോൾ സർവസംഘ പരിത്യാഗിയായ ഒരാൾ എന്നാണ് അതിൻ്റെ പൊതുവിലുള്ള അർത്ഥം. എന്നാൽ ബഷീർ ആ അർത്ഥത്തിലുള്ള ഒരു സർവസംഘ പരിത്യാഗി ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹം നമ്മുടെ ജീവിതത്തിൻ്റെ സകലമായ അവസ്ഥകളോടും നിരന്തരം സംവദിച്ച, അതുമായി ചേർന്ന് നിന്ന, എന്നാൽ അതിലൊട്ടിപ്പിടിക്കാത്ത ഒരു വലിയ പ്രതിഭയായിരുന്നു എന്ന് നമുക്കറിയാം.
അതുകൊണ്ട് ഏകാന്തതയിൽ അവധൂതൻ, മലയാളത്തിലെ അത്ഭുതം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തോട് ഏറെ അടുപ്പം പുലർത്തിയവർ ഗുരു, ഉസ്താദ് എന്നിങ്ങനെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചു. ഈ ഒരു പ്രയോഗവും റദ്ദാക്കണം എന്ന അർത്ഥത്തിലല്ല ഞാനിത് ആലോചിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ എല്ലാ വിശേഷണങ്ങൾക്കും ഒരടിസ്ഥാനപരമായ പരിമിതി വന്നു ചേരുന്നത് ബഷീറിൻ്റെ രചനകൾ സൃഷ്ടിക്കുന്ന സംഭ്രാന്തം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചു, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്നും മലയാളത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കൃതി ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം, അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളാണ്. മാത്രമല്ല, ഈ കൃതി വായിക്കാതെ തന്നെ ഈ കൃതിയിലെ കഥാപാത്രങ്ങൾ മലയാളി സമൂഹത്തിന് സുപരിചിതമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ എട്ടുകാലി മമ്മൂഞ്ഞ് കടന്നു വരാതെ പോകാറുണ്ടോ? ഏത് കൃതിയിലാണ്, ഏത് സന്ദർഭത്തിലാണ് എന്നൊന്നും അറിയാതെ തന്നെ മലയാളി സമൂഹത്തിൽ ഒരു കഥാപാത്രം എന്ന നിലക്കല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു സാന്നിധ്യമായി എട്ടുകാലി മമ്മൂഞ്ഞ് മാറുകയാണ്. ഇതൊരു എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ മാത്രം കാര്യമല്ല, ആനവാരി രാമൻ നായരുടെയും പൊൻകുരിശ് തോമായുടെയും വിനീത അനുഭാവിയായിട്ടാണ് സത്യത്തിൽ എട്ടുകാലി മമ്മൂഞ്ഞ് ആരംഭിക്കുന്നത്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ ആ വിനീത അനുഭാവി സ്വയം നേതൃത്വമായി മാറുകയാണ്. എമ്മാതിരിയുള്ള നേതൃത്വം എന്ന് ഞാനിവിടെ വിവരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ബഷീറിൻ്റെ കഥാലോകത്തിലൂടെ, എഴുത്തു വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഭ്രഷ്ടരും ബഹിഷ്കൃതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും മേൽവിലാസം നഷ്ടപ്പെട്ടവരും ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ സൂചി കുത്താൻ പോലും ഇടം കിട്ടാതെ പുറംപോക്കുകളിലേക്ക് ദയാരഹിതമായി വലിച്ചെറിയപ്പെട്ട പേരില്ലാത്ത എത്രയെത്രയോ മനുഷ്യർ, ശബ്ദം നഷ്ടപ്പെട്ടവർ, നമ്മുടെ ദൃശ്യതയിലേക്ക് കടന്നു വരാൻ ഇടം കിട്ടാത്തവർ, അങ്ങനെയുള്ള ഭ്രഷ്ടരുടെ, ബഹിഷ്കൃതരുടെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, പുറംപോക്കുവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു ഘോഷയാത്രയാണ് ബഷീറിൻ്റെ എഴുത്ത് ലോകം. ഒരാനവാരിയും മറ്റൊരു പൊൻകുരിശും മാത്രമല്ല, തൊരപ്പൻ അവറാനും മണ്ടൻ മുത്തപ്പയും തുടങ്ങി ശിങ്കിടി മുങ്കൻ വരെയുള്ള, ശിങ്കിടി മുങ്കൻ എന്ന പേര് പറയുമ്പോൾ തന്നെ ഒരു വായനക്കാരൻ എന്നുള്ള നിലക്ക് ഞാൻ അറിയാതെ ഉള്ളിൽ കുറച്ചു നേരം ചിരിച്ചുപോയി. കാരണം ആയിഷ ബീവിക്ക് പല ചികിത്സകൾ ചെയ്തിട്ടും അവർക്ക് ഗർഭമുണ്ടാകാതെ വന്നപ്പോൾ ശിങ്കിടി മുങ്കൻ്റെ ചികിത്സയാണ്. ബഷീറിൻ്റെ മനോഹരമായൊരു പ്രയോഗമുണ്ട്. ഞാൻ എത്രയോ ഡിക്ഷണറികൾ തിരഞ്ഞു, പക്ഷെ ആ വാക്ക് മലയാളത്തിലില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ അതിനോളം ഉചിതമായ, അർത്ഥപൂർണമായ വേറൊരു വാക്ക് കണ്ടെത്താൻ പറ്റില്ല. ബഷീർ ഉപയോഗിച്ചത് ആയിഷ ബീവിയുടെ വയറ് ഡങ്കഫുങ്ക വീർത്തു. സത്യത്തിൽ ഒരു പ്രസവാനുഭവം അല്ലെങ്കിൽ പ്രസവപൂർവ അനുഭവം പകർന്നു തരുന്ന ഒരു വാക്കായി ഡങ്കഫുങ്ക മാറുകയാണ്. ഇങ്ങനെ ഒരു ഡങ്കഫുങ്ക മാത്രമല്ല, എത്രയെത്രയോ വാക്കുകൾ. അതാണ് മുമ്പേ പറഞ്ഞത്, മൊഴിഭേദത്തിൻ്റെ മനോഹാരിത, മാസ്മരികത, ആദ്യ സാഹിത്യത്താൽ ഉപേക്ഷിക്കപ്പെട്ട, അവർ ആഭാസമെന്ന് കരുതിയ എത്രയെത്രയോ വാക്കുകളെയാണ് അദ്ദേഹം വീണ്ടെടുത്തത്. ആദ്യ സാഹിത്യത്തിൻ്റെ ചിന്താലോകത്തിൻ്റെ തടവറയിൽ അകപ്പെട്ട എത്രയെത്രയോ ബഹിഷ്കൃത വാക്കുകളെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ വിസ്തൃത ലോകത്തിലേക്ക് വിമോചിപ്പിച്ചത്. ഇതിവിടെ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പലതരം വിശേഷണങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വിശേഷണത്തിലും ഡോക്ടർ എം ബഷീർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എഴുതുമ്പോൾ കരഞ്ഞ ഒരാൾ എന്നാണ്. അത് വേറിട്ടൊരു വിശേഷണമാണ്, എഴുതുമ്പോൾ കരഞ്ഞ ഒരാൾ. ബഷീറിനെ ചിരിയുടെ ഒരു ലോകത്തിലേക്ക് ചുരുക്കാൻ, ബഷീറിൽ ചിരിയുണ്ട്, പക്ഷെ അത് വെറും ചിരിയല്ല, അതൊരു ചെറുത്തുനിൽപ്പാണ്, കലഹമാണ്, കുതറലാണ്. ആ ചിരിയിൽ കണ്ണീരുണ്ട്. ആ ചിരിയിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ അന്തർസംഘർഷങ്ങളുണ്ട്.
അതുകൊണ്ട് എഴുതുമ്പോൾ കരഞ്ഞ ഒരാൾ എന്ന ആ വിശേഷണം പ്രസക്തമാണ്. ഇത്രയും ആമുഖമായി സൂചിപ്പിക്കുമ്പോൾ വ്യക്തിപരമായി ഇതൊരു അനുസ്മരണമായതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ബഷീറിൻ്റെ എഴുത്ത് ലോകത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന ഒരനുഭവം പറയേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ബഷീർ അത് എഴുതിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി എന്നെക്കുറിച്ചുള്ള ബഷീറിൻ്റെ ആ കത്ത് മാറുകയുണ്ടായി. ബഷീറിൻ്റെ DC പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ കൃതികളുടെ 2ാം വോള്യത്തിൽ ഈ കത്ത് ഒരുപക്ഷെ യാദൃച്ഛികമാവാം 2 സ്ഥലത്ത് കടന്നു വരുന്നുണ്ട്. കത്തിൻ്റെ തലക്കെട്ട് എൻ്റെ പക്കൽ ശാപങ്ങളില്ല അനുഗ്രഹങ്ങളേയുള്ളൂ. ആ തലക്കെട്ട് വെറുതെ പറഞ്ഞു പോകാൻ പറ്റില്ല. അത്രമേൽ അർത്ഥപൂർണമാണത്. അതൊരു ജീവിത സമീപനമാണ്. എൻ്റെ പക്കൽ ശാപങ്ങളില്ല അനുഗ്രഹങ്ങളേയുള്ളൂ. ശാപം പേമാരി പോലെ കോരിച്ചൊരിയുന്നൊരു കാലത്ത് നാം കഴിഞ്ഞു പോകുമ്പോൾ, നാം ജീവിച്ചു പോരുമ്പോൾ നാം കേൾക്കുന്ന സംഗീതം പോലെ നമ്മുടെ കാതുകളിൽ വന്നു വീഴാൻ നാം കൊതിക്കുന്ന, കിനാവ് കാണുന്ന ആ വാക്ക് എന്ന് പറയുന്നത് എൻ്റെ പക്കൽ അനുഗ്രഹങ്ങളേയുള്ളൂ. എന്തെഴുതുമ്പോഴും എന്ത് പറയുമ്പോഴും നന്മ വരട്ടെ, ശുഭം, മംഗളം എന്നീ വാക്കുകൾ തൻ്റെ കഥയിൽ ബഷീർ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു വഴിപാട് പോലെ എഴുതി ചേർത്തത് വെറുതെ അല്ല. അതിന് വലിയ മൂല്യമുണ്ട്, വലിയ അർത്ഥമുണ്ട്. ഈ കത്ത് എൻ്റെ ഒരു പ്രബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഷീർ എഴുതിയതാണ് എന്നുള്ളത് ഒരു വായനക്കാരൻ എന്ന നിലക്ക് എനിക്ക് നൽകുന്ന ഊർജം അസാധാരണമാണ്. 1980കളിലാണ് ബഷീർ കൃതികളിലേക്ക് ഞാൻ പതുക്കെ കടക്കുന്നത്. ഇന്നും അത് പൂർത്തിയായിട്ടില്ല. അത്ര എളുപ്പം അത് പൂർത്തിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 1980കളുടെ തുടക്കത്തിൽ മലയാളത്തിൻ്റെ അഭിമാനമായ തായാട്ട് ശങ്കരൻ മാഷ് ദേശാഭിമാനി വാരികയുടെ എഡിറ്റർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആ സമയത്താണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഓർക്കണം, അദ്ദേഹവുമായി ആ കാലത്ത് എനിക്ക് അത്ര വലിയ പരിചയമില്ല. അദ്ദേഹം ആർട്സ് കോളേജിലെ അധ്യാപക ജോലി അവസാനിപ്പിച്ച് ദേശാഭിമാനിയിൽ എഡിറ്ററായിട്ട് ചേരുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹം ദേശാഭിമാനി വാരികയ്ക്ക് വേണ്ടി ഒരു ലേഖനം എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടു. തലക്കെട്ടും അദ്ദേഹമാണ് നിർദ്ദേശിച്ചത്. അത് PC-യും ബഷീറും എന്നാണ്. PC കുട്ടിക്കൃഷ്ണൻ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ എക്കാലത്തെ അഭിമാനമായ ഉറൂബ് എന്നറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ, അദ്ദേഹത്തെക്കുറിച്ചും വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ചും രണ്ടുപേരുടെയും കൃതികളെ സംക്ഷിപ്തമായി ഒന്ന് സ്പർശിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രബന്ധം എഴുതണം എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാനന്ന് എഴുത്ത് പരീക്ഷ പാസ്സായിട്ടില്ല. എഴുത്ത് എന്നുള്ളത് അന്നെൻ്റെ വഴിയായിരുന്നില്ല. പക്ഷേ തായാട്ട് മാഷ്ടെ നിർബന്ധത്തിന് വിധേയമായി ഞാൻ PC-യും ബഷീറും എന്ന പേരിൽ ഒരു പ്രബന്ധം എഴുതി. ആ പ്രബന്ധം എഴുതുമ്പോൾ എഴുത്തിൻ്റെ ഓരോ വളവ് തിരിവുകളിലും എനിക്ക് സത്യത്തിൽ വിസ്മയമാണ് ഉണ്ടായത്. എന്നാൽ ആ സമയത്ത് ബഷീറിൻ്റെ സാമാന്യം ദീർഘമായൊരു അഭിമുഖം കലാകൗമുദി വാരികയിൽ വന്നിരുന്നു. ആ അഭിമുഖം ഗംഭീരമാണ്. പക്ഷേ ആ അഭിമുഖത്തിൽ ഒരിടത്ത് നിങ്ങൾ പുതിയ എഴുത്തുകാരുടെ കഥകൾ വായിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ അമേദ്യം ഭക്ഷിക്കാറില്ല എന്ന് ബഷീർ പറഞ്ഞ മറുപടി വായിച്ചപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. ബഷീറിനെപ്പോലുള്ള ഒരു മഹാപ്രതിഭയിൽ നിന്ന് മാനവികതയുടെ, കാരുണ്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ഒക്കെ പൂക്കൾ വിടരുന്ന ഒരു പൂന്തോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്യം അപ്രതീക്ഷിതമായി കടന്നു വന്നപ്പോൾ അത് സത്യം പറഞ്ഞാൽ വലിയ അലോസരമാണ്, അസ്വസ്ഥതയാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഉണ്ടാക്കിയത്. അത് ഞാൻ എൻ്റെ പ്രബന്ധത്തിൽ ചേർക്കുകയും ഇത്രയും നീചമായ രീതിയിൽ വളർന്നു വരുന്ന എഴുത്തുകാരോട് നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റ അവഹേളനപരമാണ്. ബഷീറിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. എന്താണ് ബഷീറിന് പറ്റിയത് തുടങ്ങി എൻ്റെ സകലമാന രോഷവും
ഓർക്കണം, ഒരു 45 കൊല്ലം മുമ്പാണ് എന്നുകൂടി ഓർക്കണം. ഞാൻ എൻ്റെ പ്രബന്ധത്തിൽ പ്രകടിപ്പിച്ചു. എന്തുകൊണ്ടോ ദേശാഭിമാനി വാരിക ആ പ്രബന്ധം ഒരെഡിറ്റിങ്ങും കൂടാതെ അതേപോലെ പ്രസിദ്ധീകരിച്ചു. ദേശാഭിമാനി വാരികയിലെ എൻ്റെ ആദ്യത്തെ പ്രബന്ധമാണ് എന്നും ഓർക്കണം. പക്ഷേ അത്ഭുതം എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് പിറ്റത്തെ ആഴ്ച, ആ ലേഖനം അച്ചടിച്ച് വന്ന പിറ്റത്തെ ആഴ്ച വായനക്കാരുടെ പങ്ക്തിയിലേക്ക് ബഷീറിൻ്റെ അത്ര ചെറുതല്ലാത്ത ഒരു കത്ത്. ആ കത്തിൻ്റെ തലക്കെട്ടാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ പക്കൽ ശാപങ്ങളില്ല അനുഗ്രഹമേയുള്ളൂ എന്ന മലയാളത്തിലെ എക്കാലത്തെയും നമ്മെ കോരിത്തരിപ്പിക്കുന്ന, ഏതു വേനൽ കൊടും ചൂടിലും നമുക്ക് കുളിർമ നൽകുന്ന അസാധാരണമായ ആ സാധാരണ വാക്യം. ആ വാക്യത്തിൻ്റെ സന്ദർഭം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ലേഖനം KN കുഞ്ഞഹമ്മദ് എന്നൊരാൾ നന്നായി പഠിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ലേഖനത്തിൽ, പ്രബന്ധത്തിൽ ഒരു തകരാറ് വന്നിട്ടുണ്ട്. ഞാനുമായി കലാകൗമുദിയിൽ വന്ന ദീർഘമായ അഭിമുഖത്തിൽ ഇത്തരമൊരു വാക്യം കണ്ടപ്പോൾ അത് ഞാൻ പറയാത്തതാണ്. അതുകൊണ്ട് ഞാൻ അഭിമുഖം നടത്തിയ ആളെ വിളിച്ചിട്ട് അയാൾ ഈ അഭിമുഖം ഏതെങ്കിലും പുസ്തകത്തിൽ ചേർക്കാൻ പോകുന്നുണ്ടെങ്കിൽ യുവ എഴുത്തുകാരെക്കുറിച്ച് ഞാൻ പറഞ്ഞ ആ ഭാഗം വെട്ടിക്കളഞ്ഞ് വേണം പ്രസിദ്ധീകരിക്കാൻ. കുഞ്ഞഹമ്മദിനോട് എനിക്ക് അതുതന്നെയാണ് പറയാനുള്ളത്. ഈ പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതായി, യുവ എഴുത്തുകാരെക്കുറിച്ച് ഞാൻ പറഞ്ഞതായി ഈ അഭിമുഖത്തിൽ വന്നിട്ടുള്ള ഭാഗം വെട്ടി വേണം, ഒഴിവാക്കി വേണം എന്ന ഒരപേക്ഷയോടുകൂടിയാണ്. ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ബഷീർ ഒന്ന് വെറുതെ ഊതിയാൽ ഞാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവ എഴുത്തുകാരുടെ എഴുത്ത് നിൽക്കും. എന്നിട്ടും എത്ര സ്നേഹമസൃണമായിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വൈലാലിൽ ഞങ്ങളുടെ വീട്ടിൽ എത്രയെത്രയോ എഴുത്തുകാർ വരുന്നു, പലതും സംസാരിക്കുന്നു, അവർ പലതും എഴുതുന്നു, പലതും ഞാൻ കാണുന്നില്ല. ഈ എഴുത്തുകാരെ മുഴുവൻ ഞാൻ ശപിക്കുമോ? എല്ലാവരും വളർന്നു വരട്ടെ, മുന്നോട്ട് പോകട്ടെ, എൻ്റെ പക്കൽ ശാപങ്ങളില്ല അനുഗ്രഹമേയുള്ളൂ എന്ന് പറഞ്ഞാണ് ആ കത്ത്. സത്യത്തിൽ ഒരു യുവ എഴുത്തുകാരൻ എന്ന് പോലും അന്ന് എന്നെ വിളിക്കാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ പ്രബന്ധമാണ്, എഴുതി തുടങ്ങുകയാണ്. തുടർന്ന് എഴുതാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം തായാട്ട് മാഷിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം എഴുതി പോയതാണ്. പക്ഷേ ബഷീറിൻ്റെ ആ ഒരു പ്രയോഗം വലിയ പ്രചോദനമായി തീരുകയാണ് ഉണ്ടായത്. കൂട്ടത്തിൽ പറയട്ടെ, എൻ്റെ ആദ്യത്തെ സാഹിത്യ വിമർശന പുസ്തകത്തിൽ തീപിടിച്ച ആത്മാവുകൾക്കൊരാമുഖം, ആ ആമുഖത്തിൽ ഈ പ്രബന്ധം എടുത്തു ചേർത്തിട്ടുണ്ട്. ബഷീർ പറഞ്ഞതുപോലെ ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ്. ഇത്രയും ഞാൻ ഈ അനുസ്മരണ വേളയിൽ എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എൻ്റെ പ്രബന്ധത്തോട് പ്രതികരിച്ചുള്ള വായനക്കാരുടെ പങ്ക്തിയിലേക്കുള്ള ബഷീറിൻ്റെ കത്തിൻ്റെ തലക്കെട്ട് മാത്രമല്ല ആ വാക്യം, മറിച്ച് ബഷീറിൻ്റെ എല്ലാ കൃതികളിലും ഈ ഒരു വാക്യം നമുക്ക് പല രൂപത്തിൽ, പ്രച്ഛന്നമായിട്ടാവാം, പ്രത്യക്ഷമായിട്ടാവാം, പരോക്ഷമായിട്ടാവാം, വ്യത്യസ്ത രീതിയിൽ ഈ ഒരു വാക്യം ഞാൻ എഴുതുന്നത് മനുഷ്യ സമൂഹത്തിന് നന്മയുണ്ടാവാനാണ് എന്ന് ഒരു നീറിൻ്റെ നിർബന്ധ ബുദ്ധിയോടെ സദാ പറയുക മാത്രമല്ല, ആ പറച്ചിലിനോട് പൊരുത്തപ്പെടുന്ന വിധത്തിൽ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്ത, മലയാള സാഹിത്യത്തിൽ നിവർന്നു നിന്ന, മുമ്പ് ഞാൻ വിശേഷിച്ച പോലെ അത്ഭുത പ്രതിഭ. അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് നാം കടക്കുമ്പോൾ നമുക്കറിയാം, അന്വേഷണത്തിൻ്റെ അൽഗോരിതം എന്ന ഈ എപ്പിസോഡിൻ്റെ പരിമിതമായൊരു സമയപരിധിക്കകത്ത് അദ്ദേഹത്തിൻ്റെ വിപുലവും വിസ്തൃതവും വൈവിധ്യപൂർണവുമായ രചനാലോകങ്ങളിലേക്ക്, രചനാലോകം മാത്രമല്ല, ബഷീർ തന്നെ ഒരു ഇതിഹാസമാണ്, ലെജൻഡാണ്. മലയാളത്തിൽ ആദരണീയരായ എത്രയെത്രയോ എഴുത്തുകാരുണ്ട്, അവരുടെ മഹത്തായ കൃതികളുണ്ട്.
പക്ഷേ എഴുത്തിനപ്പുറത്തേക്ക് വളർന്ന എഴുത്തുകാരൻ എന്നൊരാളെ വിളിക്കാമെങ്കിൽ അത് മലയാളത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കത്തുകൾ, അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇന്ന് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അടിത്തറയാണ്, മേൽപ്പുരയാണ്, അന്തരീക്ഷമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ബഷീറിന് സമം ബഷീർ എന്ന് വിളിക്കാവുന്ന എല്ലാ എഴുത്തുകാരെക്കുറിച്ചും, മൗലികതയുള്ള എല്ലാ എഴുത്തുകാരെക്കുറിച്ചും പറയാവുന്നൊരു പതിവ് വാക്യമാണ്. പക്ഷേ ആ പതിവ് വാക്യത്തിന് കുറേ കൂടി പ്രൗഢി വൈക്കം മുഹമ്മദ് ബഷീറുമായി ചേർത്ത് വരുമ്പോൾ അതിനുണ്ടാകും. ഞാൻ എൻ്റെ പക്കൽ അനുഗ്രഹമേ ഉള്ളൂ എന്ന ബഷീറിൻ്റെ ശാപമില്ല എന്ന ആ വാക്യത്തെ പ്രകടമായി വരുന്ന ബഷീറിൻ്റെ ഏറ്റവും ചെറിയൊരു കഥ, ഒരു മനുഷ്യൻ, അതുമാത്രം വായിച്ചാൽ മതി. ആ ഒരു മനുഷ്യൻ്റെ പശ്ചാത്തലം, വിശപ്പ്, പട്ടിണി, ദാരിദ്ര്യം, അലച്ചിൽ ബഷീറിനോളം അനുഭവിച്ച എഴുത്തുകാർ നമുക്ക് കുറവായിരിക്കും. അങ്ങനെ തൻ്റെ ജന്മദിനത്തിൽ പോലും പണമില്ലാത്തതുകൊണ്ട്, ഭക്ഷണം കഴിക്കാനാവാത്തതുകൊണ്ട് പൊതുവെ പകൽ ഉറങ്ങുമ്പോൾ ഭക്ഷണം വേണ്ടല്ലോ, ആ അർത്ഥത്തിൽ വിശപ്പ്. പെട്ടെന്ന് ഓർക്കുന്നത് മലയാളത്തിൻ്റെ വലിയൊരു കവി, മഹാകവി എന്ന് തന്നെ വിളിക്കാവുന്ന അയ്യപ്പൻ്റെ അത്താഴം എന്ന കവിതയിലെ 2 വരികളാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത്. അത്താഴമൊക്കെ ബഷീറൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എഴുതിയതാണ് എന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ അതിൽ പറയുന്നുണ്ട്, കാർ അപകടത്തിൽപ്പെട്ട വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടിയ ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവൻ്റെ കീശയിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. ആലോചിച്ച് നോക്കൂ, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ, അപകടത്തിൽപ്പെട്ട് ചോര ഒലിച്ച് മരിച്ചു കിടക്കുമ്പോൾ വേറൊരു മനുഷ്യൻ നോക്കുന്നത് മരിച്ചു കിടക്കുന്ന ആ മനുഷ്യനിലേക്കല്ല, കുത്തിയൊഴുകുന്ന ചോരയിലേക്കല്ല, മറിച്ച് അയാളുടെ കീശയിൽ നിന്നും പറന്ന 5 രൂപ നോട്ടിലേക്കാണ്. സത്യത്തിൽ ആ നോക്കി നിൽക്കുന്ന ആളുടെയും ഒരു മരണമുണ്ട്, ഒരു നിസ്സഹായതയുണ്ട്, ഒരു ദൈന്യതയുണ്ട്, ഒരു പട്ടിണിയുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തുള്ളൊരു പട്ടിണിയെക്കുറിച്ചാണ് ബഷീർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരത്തിൻ്റെ പേര് 50കളിലാണ് പുറത്തു വരുന്നത്, വിശപ്പ് എന്നാണ്. ഞാൻ പറയുന്നത്, അങ്ങനെ വിശന്ന് അദ്ദേഹം നടന്നു പോകുമ്പോൾ തളർന്ന് വീണു പോവുകയാണ്. ആളുകളെല്ലാം കൂടി വെള്ളം കുടഞ്ഞ് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അദ്ദേഹം ഒരുവിധം ക്ഷീണം മാറ്റിയ ഒരനുഭവം. ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു മനുഷ്യൻ എന്ന കഥ വായിക്കേണ്ടത്. ഞാൻ ഈ കഥ തിരഞ്ഞെടുക്കാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പക്കൽ ശാപങ്ങളില്ല, അനുഗ്രഹമേ ഉള്ളൂ. ഈ കഥയുടെ ചുരുക്കം ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കഥയാണ്. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ആർക്കും വായിക്കാൻ കഴിയുന്ന കഥയാണ്. വായിക്കാത്തവർക്ക് പോലും അറിയാവുന്നൊരു കഥയാണ്. അതുകൊണ്ട് കഥ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ബഷീർ ഒരു 14 അന്നത്തെ വലിയ പൈസയാണ്. അത് പോക്കറ്റിലിട്ട് ഒരു ഹോട്ടലിൽ പോയി നല്ല പോലെ ഭക്ഷണം കഴിച്ചു. എല്ലായ്പ്പോഴും ഉള്ള ഒരവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ വേണ്ട വിധം ഭക്ഷണം കഴിച്ചു. കയ്യിൽ പണമുണ്ടല്ലോ. പക്ഷേ കൗണ്ടറിൻ്റെ മുമ്പിലെത്തിയപ്പോൾ പണം കൊടുക്കാൻ പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സ് കാണാനില്ല. അപ്പം ബഷീർ പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ പേഴ്സ് മോഷ്ടിച്ചു പോയി. അപ്പം കടയുടമ പറയുന്നത്, ഇതുപോലുള്ള നമ്പറൊക്കെ എത്രയോ ആളുകൾ ഇവിടെ മുമ്പ് ഇറക്കിയിട്ടുണ്ട്, അതൊന്നും ഇവിടെ ഇറക്കണ്ട. ക്രൂരതയ്ക്ക് പേര് കേട്ട ഒരു നഗരമാണത് എന്ന ആ കഥയിലുണ്ട്. കണ്ണുവരെ ചൂഴ്ന്നെടുക്കുന്ന സ്വഭാവക്കാരാണ് എന്നുണ്ട്. ഒരു ദയയും കാണിച്ചില്ല. ഷർട്ട് ഊരാൻ പറഞ്ഞു, ഊരുകയില്ലാതെ നിർവാഹമില്ല. ട്രൗസർ ഊരാൻ പറഞ്ഞു, മുണ്ടൂരാൻ പറഞ്ഞു, അതും ഊരി. ട്രൗസർ ഊരാൻ പറഞ്ഞപ്പോൾ ബഷീർ പറഞ്ഞു, അതിലൊന്നുമില്ല, അല്ല അതിലുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കൂട്ടച്ചിരി ഉയർന്നു. എല്ലാവരും പരിഹസിക്കുകയാണ്. ആ സമയത്ത്
അജാനുബാഹുവായ വലിയ കോട്ടക്കട്ട ഒരാൾ കടന്നു വന്നുകൊണ്ട് മാനേജറോട് ചോദിച്ചു, ഹോട്ടൽ ഉടമയോട് ചോദിച്ചു, എത്ര പൈസയായി? ആ പൈസ അയാൾ എണ്ണിക്കൊടുത്തു. ഒരു മനുഷ്യൻ ആ സമയത്തുണ്ടാകാവുന്ന, അവമാനിതനായ ഒരു മനുഷ്യന് ആ സമയത്തുണ്ടാകാവുന്ന ആഹ്ലാദം ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അയാൾ നടന്നു. ബഷീറിനോട് തന്നെ പിന്തുടരാൻ പറഞ്ഞു. ഒരു വിജനമായ എത്തിയപ്പോൾ അയാൾ ഒരു ഉപദേശം കൊടുത്തു, സൂക്ഷിക്കണ്ടേ. എന്നിട്ട് അയാൾ 3-4 പേഴ്സുകൾ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ്? അതെടുത്തുകൊള്ളൂ. ബഷീർ അന്തം വിട്ടു. ബഷീറിന് മനസ്സിലായി ഇദ്ദേഹം പോക്കറ്റടിക്കാരനാണ്. പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേരില്ല. ബഷീർ പറഞ്ഞു, ദയ എന്നായിരിക്കാം. ആ പേഴ്സ് എടുത്തു. അപ്പോൾ ആ പോക്കറ്റടിക്കാരൻ പറയുന്നു, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ. ബഷീർ പറയുന്നു, അല്ലെങ്കിൽ കഥയിലെ ആഖ്യാതാവ് പറയുന്നു, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നന്മ വരുത്തട്ടെ. ഈ കഥയെക്കുറിച്ച് വിശദമായ, ഈ ഒരൊറ്റ കഥ വെച്ച് നമുക്ക് വിശദമായ ആലോചനക്ക്, അന്വേഷണത്തിന് തീർച്ചയായിട്ടും കഴിയും. പക്ഷെ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ശാപമില്ല, എൻ്റെ പക്കൽ അനുഗ്രഹമേയുള്ളൂ എന്ന് എഴുതി തുടങ്ങുന്ന എന്നെപ്പോലുള്ള ഒരാളുടെ, ബഷീറിന് അങ്ങേയറ്റം, ഞാനിവിടെ പറഞ്ഞ പോലെയൊന്നല്ല, അന്നത്തെ 45 കൊല്ലം മുമ്പത്തെ ആ ഒരു രോഷം മുഴുവൻ എൻ്റെ എഴുത്തിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആ സ്നേഹമസൃണമായി ആ കത്തിൽ പ്രകടിപ്പിച്ച കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയും. അത് വളരെ പ്രകടമായി, പ്രത്യക്ഷമായി കണ്ടെടുക്കാൻ കഴിയുന്ന ഒരു കഥയാണ് ഒരു മനുഷ്യൻ എന്നുള്ളത്. ഒരാൾ മനുഷ്യനാവുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് നമുക്കറിയാം, ഹോട്ടൽ ഉടമ ആ സമയമെങ്കിലും ഒരു നിസ്സഹായനായ മനുഷ്യനെ അത്രമേൽ പരിഹസിക്കുമ്പോൾ താൽക്കാലികമായെങ്കിലും അയാളുടെ മനുഷ്യത്വത്തിന് മങ്ങലേൽക്കുകയാണ്. പോക്കറ്റടിക്കാരൻ പോക്കറ്റടി അത് മനുഷ്യത്വത്തിന് പരിക്കേൽപ്പിക്കുന്നതാണ്. എങ്കിൽ പോലും ആ സമയത്ത് അയാളുടെ പ്രവർത്തനം അത് മനുഷ്യത്വത്തിൻ്റെ മാറ്റ് കൂട്ടുകയാണ്. പതിവ് വേർതിരിവിൻ്റെ, വെളുപ്പ് കറുപ്പ് തുടങ്ങിയ പതിവ് വേർതിരിവുകളുടെ കല്ലുകൾ പൊളിയുകയാണ്. ഒരു മേജർ രചന എന്ന് പറയുന്നത്, മൗലികത്വമുള്ള ഒരു രചന എന്ന് പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തെ പകർത്തുമ്പോഴല്ല, മറിച്ച് പൊളിക്കുമ്പോഴാണ്. പകർത്തിയെഴുത്തല്ല ബഷീർ നിർവഹിച്ചത്, പൊളിച്ചെഴുത്താണ്. എന്തും പൊളിച്ചെഴുതി. ആ പൊളിച്ചെഴുത്തിൽ നിന്നും ഉയർന്നു വന്ന പ്രകാശം, വെളിച്ചം, ഒരുപക്ഷെ ഇന്നും മലയാളി സമൂഹത്തെ ത്രസിപ്പിക്കുന്ന ഒരു വാക്യമാണ്. സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ ആ വാക്യത്തിൽ നമുക്ക് അപരിചിതമായ ഒരു വാക്ക് പോലുമില്ല. നമ്മെ അമ്പരപ്പിക്കുന്ന ഒന്നുമില്ല, ദുരൂഹതകളില്ല, ദുർഗ്രഹതകളില്ല, അവ്യാഖ്യായമായ ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന ആ കൊച്ചു വാക്യം, എൻ്റെ പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന കൃതി പങ്കുവെക്കുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആ ഒരു കുതിപ്പ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ബഷീർ കൃതികളിൽ നാം കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ, പുരോഗമന സാഹിത്യത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ, അഗാധമായ മനുഷ്യപക്ഷപാതത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പഠനം വന്നത്, മലയാളത്തിൽ PhD തീസീസുകൾ വന്നത്, MPhil പ്രബന്ധങ്ങൾ വന്നത്, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുക, കൃത്യമായ കണക്ക് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഞാൻ കരുതുന്നത് ബഷീർ കൃതികളെക്കുറിച്ചായിരിക്കും. അതിൽ തന്നെ പല വൈവിധ്യങ്ങളുമുണ്ട്. ഡോക്ടർ KK സുലേഖയുടെ പ്രശസ്തമായ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയും പ്രഭാഷകയുമാണ്, എഴുത്തുകാരിയാണ്. അവർ മഹാത്മാ ഗാന്ധി സർവകലാശാലയിൽ വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച PhD തീസീസ് മുസ്ലിം സാമൂഹികതയുടെ വ്യതിരക്തതകൾ ബഷീർ കൃതികളിൽ.
ബഷീർ കൃതികളിലെ മതാത്മകതയാണ് അവർ കണ്ടെടുക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഫറൂഖ് കോളേജിൽ ഞങ്ങളുടെ വിദ്യാർത്ഥിയായ ഗഫൂർ ആർട്സ് കോളേജിലെ പ്രൊഫസറാണ്. ഇപ്പോൾ അവിടെ തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ബഷീർ രചനകളിലെ സൂഫി സാന്നിധ്യം, അതാണ് അദ്ദേഹത്തിൻ്റെ PhD പ്രബന്ധം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് സമർപ്പിക്കപ്പെട്ടത്. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യ വിമർശകൻ KP അപ്പൻ അദ്ദേഹം ചെറിയ പ്രബന്ധത്തിൽ ബഷീറിൻ്റെ മതാത്മകതയെക്കുറിച്ച്, ധ്യാനാത്മകതയെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യത്യസ്ത രീതിയിൽ ബഷീർ കൃതികൾ വായിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് 1943 എഴുതിയ ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ, ജയിലിലെ തടവുകാർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു, പ്രേമലേഖനം. കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. എനിക്ക് അതുമായി ബന്ധപ്പെട്ടും വ്യക്തിപരമായൊരനുഭവമുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഈ കൃതിയുടെ ഒന്നും, ബഷീറിൻ്റെ ഒരു കൃതിയുടെയും കഥ ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ കേശവൻ നായരും സാറാമ്മയുമാണ്. കേശവൻ നായർക്ക് സാറാമ്മയോട് കലശലായ പ്രണയം. ഓർക്കണം, കാൽപ്പനിക പ്രണയത്തെ ബഷീർ വിളിച്ചത് ചപ്ലാച്ചി സാധനം എന്നാണ്. മലയാളത്തിൽ പ്രണയത്തെ ഈ വിധം അവതർമ്മിച്ച മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതും ചങ്ങമ്പുഴയൊക്കെ പ്രണയത്തെക്കുറിച്ചുള്ള ആ അവതരണവും പ്രസക്തമാണ്. ഞാൻ ഏതെങ്കിലും ഒരു അവതരണം മാത്രം പ്രസക്തം എന്ന് പറയാനല്ല, മറിച്ച് കാൽപ്പനികത കൊഴുപ്പിച്ച പ്രണയസങ്കല്പത്തെ, ഊതി വീർപ്പിച്ച പ്രണയത്തിൻ്റെ ബലൂണിൽ ഇടയ്ക്ക് ഒരു സൂചി കൊണ്ടൊരു കുത്ത് ആവശ്യമാണ്. അങ്ങനെ കാൽപ്പനികത ഊതി വീർപ്പിച്ച പ്രണയത്തിൻ്റെ ബലൂണിൽ പലപ്പോഴും ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ സൂചി കൊണ്ട് കുത്തിയ, ആ കാൽപ്പനികതയുടെ കാറ്റൊഴിച്ചുവിട്ട എഴുത്ത് പ്രതിഭയാണ് മുഹമ്മദ് ബഷീർ. കേശവൻ നായരും സാറാമ്മയും തമ്മിലുള്ള കൊടുമ്പിരിക്കൊണ്ട പ്രണയം. ആ സമയത്ത് കേശവൻ നായർ ചോദിക്കുന്നുണ്ട്, ഭവതിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ജീവൻ പോലും ഭവതിയുടെ കാൽക്കൽ സമർപ്പിക്കാം. അപ്പോൾ സാറാമ്മ പറഞ്ഞത്, അതൊന്നും ചെയ്യേണ്ട, നിങ്ങളൊന്ന് തലകുത്തി നിന്നാൽ മതി. അങ്ങനെ കേശവൻ നായർ തലകുത്തി നിൽക്കുന്നുണ്ട്. ഈ തലകുത്തി നിൽപ്പ് നമ്മുടെ അധികാര വ്യവസ്ഥക്കെതിരെയുള്ള ഏറ്റവും വലിയ പരിഹാസമാണ്. ശീർഷാസനം എന്ന് പറയുന്ന ആസനങ്ങളിലെ ഏറ്റവും ഉന്നതമായ ആസനരാജൻ എന്ന് പ്രശംസിക്കപ്പെട്ട ശീർഷാസനത്തെയാണ് സത്യത്തിൽ 2025 ഈ ഒരൊറ്റ പ്രയോഗത്തിൽ നിന്ന് നിലവിലുള്ള നവഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ യോഗാദിനം ഉൾപ്പെടെയുള്ള നാം ഇന്ന് അനുഷ്ഠിച്ചു പോരുന്ന ദേശീയമെന്ന് പോലും മുദ്ര ചാർത്തപ്പെടാനിടയുള്ള പലതിനെയും അടിച്ച് പൊളിക്കുകയാണ്. താങ്കളൊന്ന് തലകുത്തി നിന്നാൽ മതി. നിരവധി പ്രണയകൃതികളിലൂടെ ഓടിച്ചു പോകാൻ അവസരം കിട്ടിയിട്ടുള്ള വായനക്കാരിൽ ഒരാളെന്ന നിലക്ക് ഒരു പ്രണയിനിയും ഒരനുരാഗിയും തൻ്റെ അനുരാഗനോട്, പ്രണയനോട് ഈ വിധം പ്രണയം തെളിയിക്കാൻ തലകുത്തി നിൽക്കാൻ പറയുന്നതായി വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എനിക്ക് ഉറപ്പാണ് ആരും വായിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല, കേശവൻ നായരും സാറാമ്മയും തമ്മിൽ നടക്കുന്ന സംഭാഷണം മാത്രം. പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്നത്, ആ കൃതി അന്ന് നിരോധിക്കപ്പെട്ടു. എന്തിന്? വേണമെങ്കിൽ നമുക്ക് പറയാം, ബ്രിട്ടീഷ് ഭരണം നിലനിന്ന കാലമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും ആ കൃതിയുടെ നിരോധനം നീക്കിയില്ല. പിന്നെ വിവിധ തരത്തിലുള്ള ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലാണ് ആ കൃതിയുടെ നിരോധനം നീക്കുന്നത്. എന്താണ് ഈ കൃതി ഇത്രമേൽ പ്രകോപനപരമായി തീരാൻ കാരണം? പ്രേമലേഖനം നാടകമായിട്ടും പാട്ടായിട്ടും കവിതയായിട്ടും പ്രഭാഷണത്തിലൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരനുഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രേമലേഖനവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഒരു 3-4 കൊല്ലം മുമ്പായിരിക്കും എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് സരസ് മഹോത്സവത്തിൽ, ഈ ഭക്ഷണമേളയോടൊക്കെ അനുവദിച്ച ഒരു മഹോത്സവത്തിൽ, സത്യത്തിൽ അവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ എങ്ങനെ പ്രസംഗിക്കണം,
എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു സംശയമായിരുന്നു. ഭക്ഷണ മേളയാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഞാൻ പ്രേമലേഖനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു. കാരണം പ്രേമലേഖനത്തിൽ അങ്ങനെ ഭക്ഷണക്കൊഴുപ്പിൻ്റെ ആഘോഷമൊന്നും ഇല്ലെങ്കിലും സാറാമ്മയും കേശവൻ നായരും അത്രമേൽ പരസ്പരം ഇഷ്ടമാകയാൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവരൊരു യാത്ര പോകുന്നുണ്ട്. അത് തീവണ്ടിയിലാണ്. തീവണ്ടി ഇറങ്ങിയപ്പോൾ അവരൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അത്ഭുതം, കേശവൻ നായർ വലിയ ആഹ്ലാദത്തോടെ 2 ചായക്ക് ഓർഡർ ചെയ്തു. ഉടൻ തന്നെ അതുവരെ ചിരിച്ച് ആഹ്ലാദിച്ചു നിന്നിരുന്ന സാറാമ്മ മുഖം കറുപ്പിച്ചു. എന്തോ ഒരു വലിയ അപകടം സംഭവിച്ചതുപോലെ. കേശവൻ നായർക്ക് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം ആകെ അസ്വസ്ഥനായി. അങ്ങനെ ഇരിക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാറാമ്മ ഉറക്കെ പറഞ്ഞു, 2 കാപ്പി. വെയിറ്റർ അന്തം വിട്ടു. ഒരാൾ പറയുന്നു 2 ചായ, വേറൊരാൾ പറയുന്നു 2 കാപ്പി. കേശവൻ നായർക്കും വലിയ അസ്വസ്ഥതയായി. കുറച്ചു നേരം ആ അസ്വസ്ഥത രണ്ടുപേരെയും കാടിച്ച് കുടഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് വികാരത്തിൻ്റെ വേലിയിറക്കം സംഭവിച്ചപ്പോൾ, കേശവൻ നായർ പതുക്കെ പറഞ്ഞു, എനിക്കൊരു ചായ. അപ്പോൾ സാറാമ്മയും പറഞ്ഞു, എനിക്കൊരു കാപ്പി. ബഷീറിൻ്റെ മനോഹരമായൊരു പ്രയോഗമുണ്ട്. പിറ്റേന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചു, മതനിരപേക്ഷതയുടെ മഹത്തായ സൂര്യൻ. നമുക്കെത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നമുക്കെത്ര ഇഷ്ടമുള്ളതാണെങ്കിലും അത് മറ്റുള്ളവരുടെ മേൽ നമുക്ക് കെട്ടിവെക്കാൻ അവകാശമില്ല എന്ന ജനായത്ത സൗന്ദര്യബോധത്തിൻ്റെ, ജനകീയ സൗന്ദര്യബോധത്തിൻ്റെ ജ്വലിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആയി ആ കഥ മാറി. ഞാൻ ആ സരസ് മേളയിൽ ഈ കഥ പറഞ്ഞതിന് ശേഷം നിരവധി പേർ, അത് വേറൊരു അത്ഭുതമാണ്. കാരണം ഇതേക്കുറിച്ച് ഞാൻ മുമ്പും പ്രസംഗിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയൊരു ഇളകിമറിച്ചിൽ, ചെറിയ പുള്ളകൾ പോലും ചില സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എൻ്റെ കൈ വന്ന് പിടിച്ചിട്ട്, ഞങ്ങൾ ഇതാണ് സ്റ്റാറ്റസ് ആക്കി ഇട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. അങ്ങനെ ഞാൻ ചില വേദികളിലൊക്കെ ആകെ അറിയപ്പെട്ടത്, അബദ്ധത്തിനാണെങ്കിലും 10-40 പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അന്ന് തിരുവനന്തപുരത്ത് സരസ് മേളയിൽ നടത്തിയ ഈ ഒരു പ്രയോഗത്തിൻ്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ പെട്ടെന്ന് മാറുകയുണ്ടായി. എനിക്കെന്ത് മാറ്റം വന്നു എന്നുള്ളതല്ല, ബഷീറിൻ്റെ ആ പ്രേമലേഖനം അതുമാത്രം. അങ്ങനെ എത്ര കൃതികൾ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്കെത്ര വായിച്ചാലും എത്ര പറഞ്ഞാലും മടുക്കാത്ത ഒരവസ്ഥയിലേക്ക് ബഷീർ രചനകൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരുപാട് കാരണങ്ങൾ പറയാവുന്നതാണ്. തുടക്കത്തിൽ പറഞ്ഞു, ഇത്രയേറെ അലഞ്ഞ ഒരു എഴുത്തുകാരൻ, വ്യത്യസ്തമായി ഇത്രയേറെ തൊഴിലുകളിൽ ഏർപ്പെട്ട ഒരാൾ, മെജിഷ്യനായി, യോഗികളുടെ, സന്യാസിമാരുടെ, ഫക്കീർമാരുടെ സഹായികളായി, സൂഫിയായി, ഹോട്ടലിലെ വെപ്പുകാരനായി, അങ്ങനെ പലതുമായി പട്ടിണി കിടന്ന് പല തൊഴിലുകൾ ചെയ്ത് ആ ജീവിതമാണ്. വൈലോപ്പിള്ളി പറയുന്നുണ്ട്, തുടുവെള്ളാമ്പൽ പൊയ്കയല്ല, ജീവിതത്തിൻ്റെ കടലയെ ഞങ്ങൾക്ക് കവിതയ്ക്ക് മഷിപ്പാത്രം. അങ്ങനെ ജീവിതത്തിൻ്റെ കടലിനെ ആലങ്കാരികമായിട്ടല്ല, മെറ്റഫോറിക്കലായിട്ടല്ല, കൃത്യം ജീവിതത്തിൻ്റെ കടലിനെ മഷിപ്പാത്രമാക്കിയ മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസ്, അദ്ദേഹത്തെയാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. ഈ അനുസ്മരണം നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എത്രയോ അപര്യാപ്തമാണ്, പറഞ്ഞാൽ അവസാനിക്കില്ല. ആ ഉമ്മണി വലിയ ഒന്നിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇനിയും വായിക്കും അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കൃതികൾ, ഇന്നും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാശാലികളായ മറ്റുള്ള നിരവധി പേരുടെ കൃതികൾ. ഞങ്ങൾ വായനക്ക് അവധി കൊടുക്കുകയില്ല എന്ന്
നാം നമ്മോട് തന്നെ പ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു സന്ദർഭമായി. ജീവിതം വായിച്ച ബഷീറിനോട് ഒരു സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചു, ഇപ്പോൾ ഒന്ന് എഴുതി കാണുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വിനയപൂർവ്വം പറഞ്ഞു, ഞാനിപ്പോൾ വായിക്കാൻ പഠിക്കുകയാണ്. മേഘങ്ങൾ ആകാശത്തിലെഴുതുന്ന അക്ഷരങ്ങൾ, മീൻ വെള്ളത്തിലെഴുതുന്ന അക്ഷരങ്ങൾ, കാറ്റ് മരത്തിലെഴുതുന്ന അക്ഷരങ്ങൾ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, പ്രകൃതിയുടെ ഭാഷ. ഞാനിപ്പോൾ വായിക്കാൻ പഠിക്കുകയാണ്. ആ വിനയം തന്നെയാണ് അനുഗ്രഹമായി, ശാപങ്ങളില്ലാത്ത അനുഗ്രഹമായി. ബഷീർ ഒരനുഗ്രഹം എന്ന പേരിൽ കെ.എ. ബീനയുടെ ഒരു പുസ്തകമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും വരാനല്ലാതെ പോകാനൊന്നുമില്ലാത്ത വിധം നിരന്തരം വന്ന് നിറയുന്നത്. പക്ഷേ എപ്പിസോഡിൻ്റെ സമയപരിധിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഇത് താൽക്കാലികമായി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടല്ല, വിനയപൂർവ്വം ഒരു കോമയിട്ട് നിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിർത്തുമ്പോൾ പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബഷീർ പറയുന്നുണ്ട്. ചർച്ചും പള്ളിയും ക്ഷേത്രവും അത് നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ. അതിൻ്റെ പേരിൽ നമ്മൾ മസിൽ പിടിക്കുകയോ ഗോ വിളിക്കുകയോ ചെയ്യേണ്ടതില്ല. നമ്മൾ മനുഷ്യനാവണം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ ഇനിയും എഴുതി തീർന്നിട്ടില്ലാത്ത, നിങ്ങൾക്കും എഴുതാം, എനിക്കും എഴുതാം, ആർക്കും എഴുതാം, ഒരു മാനിഫെസ്റ്റോ, ഒരു നയപ്രഖ്യാപന രേഖ. പരസ്യമല്ല, ലേലം വിളിക്കുള്ളതല്ല, മറിച്ച് ഓരോരുത്തരും അവരുടെ ഉള്ളിൽ ഉഴുതുമറിച്ച് നിർവൃതപ്പെട്ട് ആത്മബോധത്തോടെ പിറന്ന മണ്ണിൽ കാലമർത്തി ചവിട്ടി അനന്തവിസ്തൃതമായ ആകാശത്തിലേക്ക്, ആ ആകാശത്തിലെ നക്ഷത്ര കാഴ്ചകളിലേക്ക് മിഴികൾ തുറന്നു അപരത്വത്തിൻ്റെ കറപുരളാത്ത, തന്നെയും പ്രകൃതിയെയും മറ്റു മനുഷ്യരെയും സകലതിനെയും അഭിവാദ്യം ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഊർജപ്പെടുത്താനുള്ള ഒരു വലിയ സ്രോതസ് സാഹിത്യത്തിൽ, കലയിൽ, വായനയിൽ പൊതുവിലുണ്ട്. അത് ഏറ്റവും സാന്ദ്രമായി ഡെൻസിറ്റി കൂടിയ അവസ്ഥയിൽ മലയാളത്തിൽ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൽ അനുഭവിക്കാം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുകയില്ല, അനുഭൂതിപ്പെടാം. അത്തരം ഒരു അനുഭൂതിയുടെ അതിർത്തിരഹിതമായ ലോകത്തിലേക്ക് നമ്മെ നയിക്കാൻ എൻ്റെ, നിങ്ങളുടെ ബഷീർ വായനകൾ സഹായകമാകട്ടെ എന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഹൃദയപൂർവമായ അഭിവാദ്യങ്ങൾ.